بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وزد وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فاتقوا الله يا عباد الله السلام عليكم ورحمة الله وبركاته. സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഈ സംസാരം ആഷിഖ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ആൾ ഏകദേശം ഒരു 1.5 മാസം മുമ്പ് എടുത്ത 2 ക്ലാസുകൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന റിസാലയെ അടിസ്ഥാനമാക്കി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആഷിഖ് 2 ക്ലാസുകൾ എടുക്കുകയുണ്ടായി. ഒന്ന് അയിലക്കാട് വെച്ചു, മറ്റൊന്ന് 2 ദിവസം കഴിഞ്ഞോ അതിൻ്റെ അടുത്ത വീക്കോ ആയിട്ട് മർക്കസ് വാടാനപ്പള്ളിയിലെ മർക്കസിൽ വെച്ചിട്ടു. ആഷിഖ് അവിടെ വിശദീകരിച്ചു കൊടുത്തത് മുവഹിദും മുസ്ലിമുമായ ഒരാൾ പിന്നീട് മുർത്തദ്ദായി കാഫിറായി മതത്തിൽ നിന്നും പുറത്തു പോകുന്ന കാരണങ്ങളെക്കുറിച്ചാണ്. അത് അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കിതാബിൽ നിന്നും വായിച്ച് പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എല്ലാവർക്കും അറിയുന്ന പോലെ 10 മുഖ്യ കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം കാരണങ്ങൾ വേറെയുണ്ട്, പക്ഷെ അദ്ദേഹം അവിടെ 10 മുഖ്യ കാരണങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആദ്യത്തെ 2 ഷിർക്കാണ്. മൂന്നാമത്തെ ഷിർക്ക് ചെയ്യുന്നവരെ തക്ഫീർ ചെയ്യാത്ത വിഷയമാണ് മല്ലം യുകഫിർ അൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ. ആ ഷിർക്ക് ചെയ്യുന്നവനെ കാഫിറാക്കാതിരിക്കുക, അവൻ്റെ കുഫ്റിൽ സംശയമുണ്ടാവുക, അവൻ്റെ മാർഗവും ശരിയാണ് എന്ന് വിശ്വസിക്കുക. ഇത്തരം ആളുകളും കുഫ്റിലാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. കാരണം അത് അള്ളാഹുവിൻ്റെ ഖുർആൻ, ആ വിശ്വാസം അത് ഖുർആനിനെതിരാണ്, അള്ളാഹുവിൻ്റെ ദീനിനെതിരാണ്, അത് കുഫ്റാണ്. അള്ളാഹു കാഫിറാക്കിയ സൃഷ്ടികളെ ആരാധിക്കുന്നവർ മുശ്രിക്കുകളും കാഫിറുകളുമാണ് എന്ന് അള്ളാഹു ഖുർആനിൽ ഉടനീളം പറഞ്ഞതാണ്. ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖിനെയോ മരിച്ചുപോയവരോ അമ്പിയാക്കളെ ആരാധിക്കുന്നവർ മുശ്രിക്കീങ്ങളോ കാഫിരീങ്ങളോ ആവാതിരിക്കുക? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് മുശ്രിക്കും കാഫിറും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റിസാല എഴുതി അന്നത്തെ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി. കാരണം അന്ന് ഷെയ്ഖിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്ന കുബൂരികളായിരുന്നു, ഖബർ ആരാധകരായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇത് സമസ്ത കുബൂരികൾ, അതുപോലെ മറ്റ് ത്വരീഖത്തിൻ്റെ ആളുകൾ, അവരെല്ലാം പോലെ. അല്ലാതെ ഷെയ്ഖിൻ്റെ കാലത്ത്, ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനികളോ ജൂതന്മാരോ മറ്റ് ബിംബാരാധകരോ ഒന്നുമല്ല. അവിടെ ഉണ്ടായിരുന്നത് ഇവിടത്തെ പോലെ കേരളത്തിലെ പോലെ കുബൂരികളായിരുന്നു. അപ്പോൾ ആ കുബൂരികളോടാണ് അദ്ദേഹം ഈ നിലപാടെടുത്തത്. ആ കുബൂരികളെ മുശ്രിക്കായി കാഫിറായി പരിഗണിക്കാത്ത ആളുകളും കുഫറിലാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ ആഷിഖ് ഈ ക്ലാസ് എടുത്തുകൊണ്ട് ആ ക്ലാസ് കേട്ട ആളുകൾക്ക് മനസ്സിലാവും, ആഷിഖിൻ്റെ ക്ലാസ് കേട്ട ആളുകൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ നാക്കിദ്, നമ്മളിവിടെ പറയുന്നത് ഈ മൂന്നാമത്തെ നാക്കിദിൻ്റെ കാര്യമാണ്. അതായത് ഷിർക്ക് ചെയ്യുന്നവനെ കാഫിറാക്കാതിരിക്കുന്നവനും കാഫിറാകും, സൃഷ്ടി ആരാധകനെ മുസ്ലിം ആക്കുന്നവന് കാഫിറാകും എന്ന ഈ മസാല. അവൻ്റെ കുഫറിൽ സംശയമുണ്ടെങ്കിൽ കാഫിറാകും, അവൻ്റെ മാർഗം ശരിയാണ് എന്ന് വിചാരിച്ചാൽ കാഫിറാകും, ഈ മസാല. ഇതിനെക്കുറിച്ചാണ് ആഷിഖും കൂടുതൽ വിശദീകരിച്ചത്. ഇതിനെക്കുറിച്ച് ആഷിഖ് വിശദീകരിച്ചപ്പോൾ സത്യത്തിൽ എന്താണോ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആ റിസാലയിലൂടെ, ആ നാക്കിദിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ നേരെ വിപരീതമാണ് ആഷിഖ് പഠിപ്പിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, ഷിർക്കിലുള്ളവരെ നിങ്ങൾ കാഫിറായി കണ്ടില്ലെങ്കിൽ നിങ്ങൾ കുഫറിലാവും എന്ന്. അപ്പോൾ ആ റിസാലയും ആ നാക്കിദും വായിച്ചിട്ട് ആഷിഖ് പഠിപ്പിച്ചത് എന്താ? ഷിർക്കിലുള്ള കുബൂരികളെപ്പോലുള്ള ആളുകളെ ഉദുറ് കൊടുത്ത് നിങ്ങൾ മുസ്ലിമായി അംഗീകരിച്ചാലും പ്രശ്നമില്ല, അവരെ കാഫിറാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ മതത്തിൽ നിന്നും പുറത്തു പോകില്ല, അത് കുഫറല്ല. മനസ്സിലാക്കണം. ഷിർക്കിലുള്ള ആളുകളെ കാഫിറായി പരിഗണിച്ചില്ലെങ്കിൽ കാഫിറാക്കാത്ത മുവഹിദ് കാഫിറാകുന്ന പറഞ്ഞത് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു. ആഷിഖ് പറഞ്ഞ എന്താ? ഷിർക്കിലുള്ള കേരളത്തിലെ കുബൂരികളെ കാഫിറാക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, എന്തെങ്കിലുമൊക്കെ ഉദറ് കൊടുത്തിട്ട് അവരെ മുസ്ലിമായിട്ട് പരിഗണിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ കുഫറിലല്ല, അവർ മുസ്ലിമുകൾ തന്നെ, മുവഹിദുകൾ തന്നെ. കാര്യം മനസ്സിലായല്ലോ. ആഷിഖ് പഠിപ്പിച്ചത് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ചതിൻ്റെ നേരെ വിപരീതം. അതിനുവേണ്ടി ആഷിഖ് ഷെയ്ഖിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. ആഷിഖിൻ്റെ അഭിപ്രായത്തിൽ ഷിർക്ക് ചെയ്യുന്ന കുബൂരിയെ മുസ്ലിമായിട്ട് പരിഗണിക്കാം, യാതൊരു പ്രശ്നവുമില്ല.
ഇബ്നു അബ്ദുല്ലാഹിന്റെ അഭിപ്രായത്തിൽ ശിർക്ക് ചെയ്യുന്ന കുബൂരിയെ കാഫിറായി തന്നെ പരിഗണിക്കണം. ആരെങ്കിലും അവരെ മുസ്ലിമായി പരിഗണിച്ചാൽ ആ പരിഗണിച്ചവൻ കാഫിറായി മാറും. ഒന്ന് നോക്കണം, എന്തിനു വേണ്ടിയാണോ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല അത് എഴുതിയത് അതിൻ്റെ നേരെ വിപരീതം ഒരാൾ മുസ്ലിമും കാഫിറുമാവുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ നേരെ വിപരീതം പറയാൻ ആഷിഖിൻ്റെ ക്ലാസ് ആഷിഖ് ഉപയോഗിച്ചു. അത് കേട്ട് ധാരാളം ആളുകൾ സംതൃപ്തി അടഞ്ഞു പോയിട്ടുണ്ട്. വലിയാദു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് തേടുക ഹക്ക് മനസ്സിലാക്കി തരാൻ. ഇതല്ലാതെ നമുക്ക് വേറൊന്നും വിഷയത്തിൽ നിങ്ങളോട് പറയാനില്ല. അപ്പോൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം ധാരാളം ആളുകൾ ചോദിക്കൊണ്ടായി, ഇതിന് റദ്ദ് കൊടുക്കണ്ടേ, ആഷിഖ് ധാരാളം ബാത്തിലുകൾ പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ റദ്ദ് കൊടുക്കും. റദ്ദ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ആഷിഖിന് കൊടുക്കുമ്പോഴേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ റദ്ദ് കൊടുക്കുന്നത് ഇതിൽ ജനങ്ങൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ, ജനങ്ങൾ ഹക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് ഇത് വിഷയം മടക്കണം. ഹക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് ഈ വിഷയം ഷഹാദത്തിൻ്റെ വിഷയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയമാണ്, ഒരാൾ മുശ്രിക്കും കാഫിറുമായി തെറിച്ചു പോകുന്ന വിഷയമാണ്, വളരെയധികം ഗൗരവമായി നമ്മൾ നോക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതിൽ ഹക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊരാളും അത് കിതാബിലോട്ടും സുന്നത്തിലോട്ടും മടക്കിയേ പറ്റും. പ്രത്യേകിച്ച് കിതാബിലോട്ട് മടക്കണം, അള്ളാഹുവിൻ്റെ കലിമത്തിലോട്ട് മടക്കണം, നിർബന്ധമാണ്. അതിന് നിങ്ങൾ എൻ്റേത് കേട്ടത് കൊണ്ടോ ആഷിഖിൻ്റെത് കേട്ടത് കൊണ്ടോ വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരത് കേട്ടത് കൊണ്ടോ ഒന്നും കാര്യമുണ്ടാവില്ല. അത് അള്ളാഹുവിൻ്റെ കലിമത്തിലോട്ട് മടക്കുക. അള്ളാഹു ഹക്കിനെ തഹ്കീക്ക് ചെയ്യും അവൻ്റെ കലിമത്ത് കൊണ്ട്, അവൻ്റെ വാക്കുകൾ കൊണ്ട്. അക്രമികൾക്ക് അവരെത്ര വെറുത്താലും ശരി. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്തിലോട്ട് ഇത് മടക്കുക, അള്ളാഹു നിങ്ങൾക്കിത് അതിൽ കീഴ്പ്പെടുക, അള്ളാഹു ഹിദായത്ത് നൽകും, കാര്യം മനസ്സിലാക്കി തരും. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമ ഖദ് ഫസ്സൽന ആയാതി ലിഖൗമി യസ്സക്കറൂൻ. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഖുർആൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്ത്, അള്ളാഹുവിൻ്റെ ഖുർആനാണ് സിറാത്തുൽ മുസ്തഖീം. ജനങ്ങൾ ഈ വിഷയം അതിലോട്ട് തിരിക്കുക. ഷഹാദത്തിൻ്റെ വിഷയമാണ്, തെറിച്ചു പോകുന്ന വലിയ ഗൗരവമേറിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് മടക്കുക. ഇനി ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇത് ആഷിഖിന് റദ്ദ് കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചാൽ, ആഷിഖ് പറഞ്ഞ കളവുകളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആഷിഖിൻ്റെ 2 ക്ലാസ്സിലും കൂടി ധാരാളം ദൊലാലത്തുകളും വഴികേടുകളും കളവുകളും കോട്ടിമാറ്റലുകളും ആഷിഖ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു മുഖ്യമായ ഒരു വിഷയം എടുത്തിട്ട് നമുക്ക് ആഷിഖിനുള്ള ഈ മറുപടി തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അത് ഒരു പാട്ടായിട്ട് സമയബന്ധിതമായി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം കൂടി വലുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ക്ലിപ്പാവും, അത് അപ്ലോഡ് ചെയ്യാൻ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലൂടെ തുടങ്ങാം. ഇത് ബേസിക്കലി ആഷിഖ് 2ാമത്തെ ക്ലാസ്സിൽ, വാടാനപ്പള്ളിയിൽ നടന്ന ക്ലാസ്സിൽ വായിച്ച ഒരു ഫത്വ വായിച്ചിട്ടുണ്ട് ആഷിഖ്. അപ്പോൾ ആഷിഖ് ബേസിക്കലി ആഷിഖിന് അടിസ്ഥാനപരമായി ആഷിഖിന് തെളിവാകുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് ആ ഫത്വ വായിച്ചിട്ടുള്ളത്. ഇത് ലജ്ന ദായിമയുടെ ഫത്വയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല റയീസായിട്ടുള്ള, തലവനായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന ലജ്ന ദായിമ, ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫിയെ പോലുള്ള മഹോന്നതന്മാരായ പണ്ഡിതന്മാരുണ്ടായിരുന്ന ഒരു 4-5 പണ്ഡിതന്മാരുടെ ഒരു ഇതാണല്ലോ ലജ്ന ദായിമ. അപ്പോൾ ഈ ലജ്ന ദായിമയുടെ ഒരു ഫത്വ ആഷിഖ് വായിക്കുകയാണ്. എന്നിട്ട് ആഷിഖിന് തെളിവുണ്ടാക്കാൻ സമർത്ഥിക്കുകയാണ്. സത്യത്തിൽ ആ ഫത്വ ആഷിഖിന് തന്നെ എതിരായി വരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ആഷിഖിന് മനസ്സിലായിട്ടില്ല. സെൽഫ് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. സത്യത്തിൽ ആഷിഖ് ഈ ഫത്വ വായിച്ച അർത്ഥം വെച്ചതിലൂടെ സ്വന്തം പോസ്റ്റിലോട്ട് ഗോളടിച്ച് സ്വയം തോൽവി സമ്മതിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണ് ആഷിഖ് ചെയ്തിട്ടുള്ളത് എന്ന് ആഷിഖിന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ആഷിഖ് വലിയ മഹാപണ്ഡിതനാണ്, അറബി അറിയുന്ന, വലിയ ലോകത്തിൽ അറബിയയിൽ വലിയ പരിജ്ഞാനമുള്ള ഒരാളാണ്. എന്നിട്ടും ഇതിങ്ങനെ അർത്ഥം വെക്കാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആഷിഖിൻ്റെ ഒപ്പമുള്ള ആളുകൾ ചോദിച്ചാൽ മതി. ഇനി നമുക്ക് അർത്ഥം വെക്കാം, എവിടെയാണ് ആഷിഖിന് പഠിച്ചത്, ആഷിഖ് ദൊലാലത്ത് എവിടെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതിലോട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ഫത്വ വായിക്കുകയും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അതിൻ്റെ മറ്റു ഭാഗങ്ങളും മുന്നത്തെ പേജുള്ളതും അതെങ്ങനെയാണ് ആഷിഖിന് എതിരാവുന്നത് എല്ലാം നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ സത്യത്തിൽ ഈ ഫത്വ, അപ്പോൾ ആഷിഖിൻ്റെ വാദം നിങ്ങൾക്കറിയാമല്ലോ. ആഷിഖ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കുബൂരിയെ, സൃഷ്ടി ആരാധകരായ കുബൂരിയെ മുസ്ലിമായി അംഗീകരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ മുസ്ലിമായി അംഗീകരിക്കുന്ന സലഫികൾക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ കുഫറിലല്ല എന്ന വാദമുള്ള ആളാണ് ആഷിഖ്. അതാണ് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ആഷിഖ് മാത്രമല്ല, ആഷിഖിൻ്റെ നേതാവായ സാജിദിനും മറ്റു പലർക്കും ഈ വാദമുണ്ട്. അത് ആഷിഖിനോടും സാജിദിനോടൊക്കെ നേരിട്ട് സംസാരിച്ചപ്പോൾ സാജിദിനോട് പറയണം. അപ്പോൾ ഇവരിൽ പല ആളുകൾക്കും ഈ വാദമുണ്ട്.
അപ്പോൾ അത് അവർ തന്നെ സമ്മതിച്ചതാണ്. നിങ്ങൾക്കാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അവരോട് തന്നെ സംസാരിക്കാം. അവർ നിങ്ങളോട് എന്ത് പറയും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ക്ലിപ്പിൽ തന്നെ ആഷിഖ് കുബൂരിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നത് ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുബൂരിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്ന ആളുകൾ കുഫറിലല്ല. അങ്ങനെയാണെങ്കിൽ മൂന്നാം നാക്ക് ഇത് പൊളിഞ്ഞില്ലേ? സൃഷ്ടി ആയ കുബൂരിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ മൂന്നാം നാക്ക് ഇത് ആഷിഖ് തന്നെ പൊളിച്ചു. എന്തായാലും വീണ്ടും ഫത്വയിലോട്ട് വരാം. ഈ ഫത്വ ആദ്യം ആഷിഖ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഈ ഫത്വയെക്കുറിച്ച് ആഷിഖ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത സലഫികൾക്കെതിരെ സംസാരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ കുറിച്ച് നമുക്കെതിരാണ് ഈ ഫത്വ എന്ന രീതിയിലാണ് ആഷിഖ് ഇത് വായിക്കാൻ പോകുന്നത്. സത്യത്തിൽ അത് ആഷിഖിനെതിരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കേൾക്കൂ. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ, അതുപോലെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അഫീഫിയുടെ നേതൃത്വത്തിൽ വന്ന ഒരു ഫത്വയുടെ ചെറിയ ഭാഗം വായിക്കാം, അധികം ദീർഘിപ്പിക്കില്ല. അദ്ദേഹം പറയുകയാണ്, ലാ യജൂസു ലിതാഇഫതിൽ മുവഹ്ഹിദീൻ. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. ഒരു ഉദ്ർ നൽകുന്ന ആളുകളെ കുറിച്ച് കുറ്റം പറയുന്നവർ, അല്ലെങ്കിൽ അവരെ തക്ഫീർ നടത്തുന്നവർ, നാട്ടിലുള്ള സാധാരണ കുബൂരികളെ മുസ്ലിമീങ്ങളായി കാണുന്നു എന്നതിന്റെ പേരിൽ അവരെ തക്ഫീർ നടത്താൻ ധൈര്യപ്പെടുന്നവർ, നാട്ടിലുള്ള കുബൂരികളെ മുസ്ലിമായി കാണുന്നു എന്നതിൻ്റെ പേരിൽ അങ്ങനെ മുസ്ലിമായി കാണുന്ന ആളുകളെ തക്ഫീർ ചെയ്യാൻ ധൈര്യപ്പെടുന്നവർ, കുബൂരിയെ മുസ്ലിമായിട്ട് കാണുന്നുണ്ട് എന്ന് ആഷിഖ് അവിടെ സമ്മതിച്ചു. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ കേട്ടു. നാട്ടിലുള്ള കുബൂരി എന്ന് പറഞ്ഞാൽ മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നവൻ, ഖബറിനെ ആരാധിക്കുന്നവൻ, ഖബർ ആരാധകരുടെ പേരാണ് കുബൂരി. അപ്പം അങ്ങനെയുള്ള ആളുകളെ മുസ്ലിമായിട്ട് കാണുന്നവരെ തക്ഫീർ ചെയ്യരുത്, ആക്ഷേപിക്കരുത് എന്നതാണ് ആഷിഖ് പറയുന്നത്. അതിനുള്ള തെളിവാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. സത്യത്തിൽ അത് തക്ഫീർ ചെയ്യണം എന്നുള്ളതിനെ തെളിവായി മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. മുവഹ്ഹിദീങ്ങൾക്ക് അനുവദനീയമല്ല അല്ലദീന യഅതഖിദൂന കുഫ്റ ഉബാദിൽ ഖുബൂർ. ഒരു നാട്ടിലുള്ള ഖബറാരാധകരെ കാഫിറാക്കുന്ന മുവഹ്ഹിദീങ്ങൾക്ക് അനുവദനീയമല്ല. അൻ യുകഫിറു ഇഖ്വാനഹുൽ മുവഹ്ഹിദീൻ. അവരുടെ മറ്റ് സലഫി അഖീദയിലുള്ള തൗഹീദുള്ള ആളുകളെ തക്ഫീർ നടത്തുക എന്നുള്ളത് എന്തിന്റെ പേരിൽ? അല്ലദീന തവഖഫു ഫീ കുഫ്രിഹിം ഹത്താ തുഖാമ അലൈഹിമുൽ ഹുജ്ജ. അവരുടെ നാട്ടിലുള്ള ഖബറാരാധകർ അവരുടെ മേൽ തെളിവുകൾ സ്ഥാപിക്കപ്പെടുന്നത് വരെ ഇവിടെ ആഷിഖ് പറയുന്നത് ഖബറാരാധകരുടെ മേൽ തെളിവുകൾ സ്ഥാപിക്കുന്നത് വരെ മുവഹിദുകളെ, അവരെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകളെ തക്ഫീർ ചെയ്യാൻ പാടില്ല എന്നാണ്. അതങ്ങനെയല്ല എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. ഇത് മുഴുവൻ പറയട്ടെ. അവരെ കാഫിറാക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ച മുവഹിദീങ്ങളെ തക്ഫീർ നടത്താൻ ബാക്കിയുള്ള മുവഹ്ഹിദീങ്ങൾക്ക് അധികാരമില്ല എന്ന് ഷെയ്ഖ് പറയുന്നു. ഷെയ്ഖ് പറഞ്ഞു, എന്തുകൊണ്ടാണ്? ലിഅന്ന തവഖുഫഹും അൻ തക്ഫീരിഹിം ലഹു ശുബ്ഹത്തുൻ വഹിയ ഇഅ്തിഖാദുഹും അന്നഹു ലാ ബുദ്ദ മിൻ ഇഖാമത്തിൽ ഹുജ്ജ അലാ ഉലൈകൽ ഖുബൂരിയീൻ. ഷെയ്ഖ് പറയാണ്, എന്തുകൊണ്ടാണ് ഈ മുവഹ്ഹിദീങ്ങൾ, ഒരു വാഖിഅയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരവരെ അവിടെ നിർത്താണ്. കൂടുതൽ പിന്നെ മുരളി പറയുന്നില്ല. ഫത്വ ഇനിയും ഉണ്ട്, അത് ആഷിഖ് വായിക്കുന്നില്ല. എല്ലാവരും കാഫിറുകളാണെന്ന് പറയാത്തത് അവർക്ക് അറിവില്ലായ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഉദ്ർ നിലനിൽക്കുന്നുവെങ്കിൽ, അവർക്ക് ഉദ്ർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ മുവഹ്ഹിദീങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ തക്ഫീർ നടത്താൻ, കുറ്റം പറയാനല്ല തക്ഫീർ നടത്താൻ പാടില്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അബ്ദുർ റസാഖ് അഫീഫിയുടെയും നേതൃത്വത്തിലുള്ള ഉലമാക്കൾ ഫത്വ നൽകും, ലജ്നത്തു ദായിമയുടെ ഫത്വയും. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ഇവര് കാണിക്കുന്ന ഈ പ്രവർത്തനം, അവരുടെ അഭിപ്രായം സ്വീകരിക്കാത്ത ആളുകളെയൊക്കെ കുറ്റം പറയാം. എന്നിട്ട് പറയുന്നു, ഖബറാരാധകരെ തക്ഫീർ നടത്തുന്നില്ല, അതുകൊണ്ട് നിങ്ങളും കാഫിരീങ്ങളാണ്. ഈ വാദം ഇങ്ങനെ ചെയ്യരുത് എന്ന് ഉദ്റില്ല എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അബ്ദുർ റസാഖ് അഫീഫിയുടെയും നേതൃത്വത്തിലുള്ള ഫത്വ ബോർഡ് പറയുകയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അവർക്ക് ഇൽമുണ്ട്, ഈ മസ്അല എങ്ങനെ കൈകാര്യം ചെയ്യണം. ശരി, അപ്പോൾ നിങ്ങൾ കേട്ടു ആഷിഖ് പറഞ്ഞു. ആഷിഖ് പറയുന്നത്, ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു, കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകളെ മറ്റ് മുവഹിദുകൾക്ക്, കുബൂരികളെ തക്ഫീർ ചെയ്യുന്ന മുവഹിദുകൾക്ക് തക്ഫീർ ചെയ്യാൻ പാടില്ല. അതായത് സത്യത്തിൽ നമ്മളൊക്കെ കുബൂരിയെ തക്ഫീർ ചെയ്യുന്ന ആളുകളാണ്. കുബൂരിയെ തക്ഫീർ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത ആഷിഖിനെ പോലുള്ള ആളുകളെ തക്ഫീർ ചെയ്യാൻ പാടില്ല എന്നതാണ് ആ രീതി. അതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ആഷിഖ് പറയുന്നത്. അതുകൊണ്ട് ആഷിഖിനൊക്കെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ യാതൊരു പ്രശ്നമില്ല. ആഷിഖും മുസ്ലിമാണ്, മുവഹിദാണ്. നമ്മളും മുസ്ലിമാണ്, മുവഹിദാണ്, മുസ്ലിമീങ്ങളാണ്, മുവഹിദുകളാണ്. നമ്മൾ സൃഷ്ടി ആരാധകരായ കുബൂരികളെ മുശ്രിക്കും കാഫിറുമായി കാണുന്നു. ആഷിഖും കൂട്ടരും സൃഷ്ടി ആരാധകരായ
അവർക്ക് അറിവ് കിട്ടിയിട്ടില്ല, പാവങ്ങളാണ്, ഉദറുണ്ട്, ഒജ്ജത്തായിട്ടില്ല എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളായി കാണുന്നു. അപ്പോൾ കുബൂരിയെ മുശ്രിക്കും കാഫിറുമായി കാണുന്ന നമ്മൾക്ക് കുബൂരിയെ മുസ്ലിമായി കാണുന്ന ആഷിഖിനെ തക്ഫീർ ചെയ്യാൻ പാടില്ല, അത് അനുവദനീയമല്ല എന്ന് ലജ്ന ദായിമ പറഞ്ഞു എന്നാണ് ഇവിടെ ആഷിഖ് പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഇത് ഈ സാധു ഇവൻ അറിയാഞ്ഞിട്ടാണോ എന്നെനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും കാര്യം മനസ്സിലായി തോന്നുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഫത്വ വായിക്കൽ നിർത്തിപ്പോയതൊക്കെ. ഓക്കെ, എന്തായാലും ഈ ഫത്വ നമുക്ക് ഒന്ന് വായിക്കാം ഇൻഷാ അള്ളാ. ഈ ഫത്വ ഏകദേശം ഇത് മക്തബ് ഷാമിലിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഫത്വയാണ്. ഇത് ഏകദേശം ഇത് ഫത്വ ലജ്ന ദായിമ, കിതാബ് ഫത്വ ലജ്ന ദായിമ അൽ മജ്മുഅത്ത് അൽ ഊല, 1-ാം വാള്യം ലജ്ന ദായിമയുടെ ഫത്വ 1-ാം വാള്യത്തിൽ ഇത് കാണാം. ഈ ഫത്വ ഇതിൽ 151/2 പേജിലാണ് കാണാവുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തുള്ള ഭാഗം മാത്രമാണ്. ഇത് വലിയൊരു ഫത്വയാണ്. ഏകദേശം ഈജിപ്തിൽ നിന്ന് എവിടെ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ അവിടെ നാട്ടിൽ കുബൂരികളുണ്ട്, ഖബറാരാധകരുണ്ട്. അപ്പോൾ ആ ഖബറാരാധകരെ ചില മുവഹിദുകൾ മുസ്ലിമായിട്ട് പരിഗണിച്ച് അവരെ പെൺകുട്ടികളെ കെട്ടാമെന്നും അവരെ വേഗം നിസ്കരിക്കാൻ വെക്കുന്നു, അവർക്ക് ഉതിറുണ്ട് എന്ന് പറഞ്ഞ് ആഷിഖും ടീമും പറയുന്ന പോലെ അങ്ങനെ പറയുന്നുണ്ട്. അതിന് താങ്കളുടെ ചില വാക്കുകൾ അവരെ തെളിവാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിനോടൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് അതിന് കൊടുത്ത മറുപടി, ഷെയ്ഖ് ഇബ്നു ബാസ് മാത്രമല്ല, ഇത് ലജ്ന ദായിമയുടെ ഫത്വയാണ്, മൊത്തത്തിലാണ് അവരതിന് കൊടുത്ത മറുപടിയും. പിന്നെ ആ മറുപടി ഒരു നീണ്ട മറുപടിയാണ്. ആ നീണ്ട മറുപടിയുടെ അവസാന ഭാഗത്താണ് ഈ ആഷിഖ് വായിച്ച ഭാഗങ്ങൾ. അപ്പോൾ അവർക്ക് ഹുജ്ജത്തായിട്ടില്ല, കുബൂരികൾക്ക് ഹുജ്ജത്തായിട്ടില്ല, അവർക്ക് ഉദുറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ മുസ്ലിം ആക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് ആദ്യം കുബൂരികൾക്ക് ഹുജ്ജത്തായിട്ടുണ്ട്, അവർക്ക് ഉദുറൊന്നും ഇല്ല എന്ന് വിശദീകരിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ തന്നെ ആഷിഖിൻ്റെ വാദം പൊളിഞ്ഞു. ആഷിഖ് ഉദറുണ്ടെന്ന് പറയുന്ന ആളോ, അപ്പോൾ കുബൂരികൾക്ക് ഉദറില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് പറയാണ്, ഇങ്ങനെ കുബൂരികളെ അവർക്ക് ഹുജ്ജത്തായിട്ടില്ല എന്ന ശുബഹത്ത് ഉള്ളത് കാരണം കുബൂരികളെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകൾ ഉണ്ടെങ്കിൽ അവരെ മറ്റ് മുവഹിദുകൾക്ക് തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ആ മുവഹിദുകളുടെ മേൽ ഹുജ്ജത്തായി എന്ന് ഉറപ്പുവരുത്തണം. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുബൂരികളുണ്ട്, കുബൂരിയെ തക്ഫീർ ചെയ്യുന്ന മുവഹിദുകളുമുണ്ട്, കുബൂരികളെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകളും ആ നാട്ടിലുണ്ട്. അപ്പോൾ കുബൂരികളെ തക്ഫീർ ചെയ്യുന്ന മുവഹിദുകൾക്ക് കുബൂരികളെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകളെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ആ മുവഹിദുകളുടെ മേൽ ന്യായം സ്ഥിരപ്പെടണം, തെളിവും പ്രമാണം ഉറപ്പുവരുത്തണം എന്നാണ് ഈ ഫത്വയുടെ അർത്ഥം. ഇനി നമ്മുടെ നാട്ടിലെ നമ്മളെയും ആഷിഖിനെയൊക്കെ ഇതിലോട്ട് കയറ്റി പറയുകയാണെങ്കിൽ, എനിക്കോ അതല്ലെങ്കിൽ ഞാൻ കുബൂരിയെ മുശ്രിക്കായിട്ട് പരിഗണിക്കുന്ന ആളാണ്, എന്നെപ്പോലുള്ള ആളുകൾക്ക് ആഷിഖിനെ പോലുള്ള ആളുകളെ തക്ഫീർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഷിഖിനെ പോലുള്ള ആളുകൾക്ക് അവരുടെ ശുഭത്ത് മാറ്റി കൊടുത്തിട്ട് അവരെ തക്ഫീർ ചെയ്താൽ മതി എന്നതാണ് ഈ ഫത്വ. സുബ്ഹാനല്ലാഹ്, ഈ ഫത്വ വായിച്ചതിലൂടെ ആഷിഖ് തന്നെ സെൽഫ് ഗോളടിച്ചു, വലിയൊരു സെൽഫ് ഗോളടിച്ചു, സ്വയം തക്ഫീർ ചെയ്യപ്പെടാൻ മറ്റുള്ളവർക്ക് അനുവാദം കൊടുത്തു എന്ന് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ഇതിന് അർത്ഥം വെക്കാം. ആഷിഖ് വെച്ച അർത്ഥമാണോ, ഇതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ വെക്കുന്നതാണോ, ലജ്ന ദായിമയുടെ അർത്ഥം ആരാണ് പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അർത്ഥം വെക്കുന്നതിലോ ഞാൻ വായിച്ചതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയായി സൗദിയിൽ നിന്നൊക്കെ അർത്ഥം വെച്ച് കൊണ്ടുവരാവുന്നതാണ്. വലിയ അറബി പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, ഹക്കിൻ്റെ ആളുകളോട് ചോദിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വായിക്കാം. വബിദായോലം അറിയണം, അന്നഹു ലാ യജൂസു ലിത്വായിഫത്തിൽ മുവഹിദീന അല്ലദീന യഅതഖിദൂന കുഫ്റ ഉബ്ബാദൽ ഖുബൂർ അൻ യുകഫിറു ഇഖ്വാനഹുൽ മുവഹിദീന അല്ലദീന തവഖഫു ഫി കുഫ്രിഹിം ഹത്താ തുഖാമു അലൈഹിമുൽ ഹുജ്ജ. ഇത് കുറച്ച് നീളമുണ്ട്, അപ്പം ഞാൻ മുഴുവൻ വായിച്ചു തരാം. വബിദായോലം, അതുകൊണ്ട് അറിയണം, അന്നഹു ലാ യജൂസു ലിത്വായിഫത്തിൽ മുവഹിദീന അല്ലദീന യഅതഖിദൂന കുഫ്റ ഉബ്ബാദൽ ഖുബൂർ. കുബൂരികൾ കുഫറിലാണ്, അതല്ലെങ്കിൽ കുബൂരികൾ കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മുവഹിദുകൾക്ക് അനുവദനീയമല്ല എന്ന് പറയണേ. അൻ യുകഫിറു ഇഖ്വാനഹുൽ മുവഹിദീൻ അല്ലദീന തവഖഫു ഫി കുഫ്രിഹിം ഹത്താ തുഖാമു അലൈഹിമുൽ ഹുജ്ജ. കുബൂരികൾ കുഫറിലാണ്, കാഫിറുകളാണെന്ന് വിശ്വസിക്കുന്ന മുവഹിദുകൾക്ക് അവരുടെ മറ്റ് മുവഹിദ് സഹോദരങ്ങളെ തക്ഫീർ ചെയ്യുക എന്നത് അനുവദനീയമല്ല. എന്തുകൊണ്ട്? അവർ കുബൂരികളെ തക്ഫീർ ചെയ്യാത്തത് കൊണ്ട്. ഹത്താ തുഖാമു അലൈഹിമുൽ ഹുജ്ജ, അവരുടെ മേൽ തെളിവ് സ്ഥിരപ്പെടുന്നത് വരെ. ആരെ തക്ഫീർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്? ഒരു കൂട്ടം മുവഹിദുകൾ മറ്റൊരു കൂട്ടം മുവഹിദുകളെ തക്ഫീർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആരെയാണോ തക്ഫീർ ചെയ്യപ്പെടേണ്ടത് അവരുടെ മേൽ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാമിലെ കായിദ.
ഇപ്പൊ ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ തക്ഫീർ ചെയ്യുന്നു എങ്കിൽ ആ തക്ഫീർ ചെയ്യപ്പെടുന്ന ആളുടെ മേലെ ഒരു തെളിവും പ്രമാണമൊക്കെ സ്ഥിരപ്പെടണം. വെറുതെ തക്ഫീർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പറയുന്നത്. മനസ്സിലായോ? വെറുതെ ഒരാൾക്ക് മറ്റൊരാളെ തക്ഫീർ ചെയ്യാൻ പറ്റില്ല. അതിന് തെളിവ് വേണം, നല്ല തെളിവ് വേണം. ആകാശത്തിലോട്ട് നോക്കിയാൽ, പ്രത്യേകിച്ച് മുവഹിദുകളുടെ കാര്യത്തിൽ, ആകാശത്തിലോട്ട് നോക്കിയാൽ സൂര്യൻ തിളങ്ങി നിൽക്കുന്നത് പോലെ അത്രയും വ്യക്തമായ തെളിവുകൾ വേണമെങ്കിലേ ഒരു മുവഹിദിനെ മറ്റൊരു മുവഹിദിനെ തക്ഫീർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ അതിലുള്ള ആളുകളാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കൂട്ടം മുവഹിദുകൾ അവരുടെ മറ്റ് മുവഹിദ് സഹോദരങ്ങളെ അവർ കുബൂരികളെ തക്ഫീർ ചെയ്യുന്നില്ല എന്ന കാരണം കൊണ്ട് തക്ഫീർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുവഹിദുകളുടെ മേൽ ന്യായം, തെളിവ്, പ്രമാണം സ്ഥിരപ്പെട്ടു, വെറുതെ തക്ഫീർ ചെയ്യാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. കാരണം ഒരു മുവഹിദിന് മറ്റൊരു മുവഹിദിനെ തക്ഫീർ ചെയ്യുമ്പോൾ കുബൂരികളുടെ മേൽ ഹുജ്ജത്ത് നോക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം കുബൂരിയെ തക്ഫീർ ചെയ്യുന്ന വിഷയമല്ല ഈ പറയുന്നത്. ഇവിടെ ഈ ഫത്വയിൽ ഈ ഭാഗത്ത് പറയുന്നത്, ആഷിഖ് വായിച്ച ഭാഗത്ത് പറയുന്നത് കുബൂരിയെ തക്ഫീർ ചെയ്യുന്ന വിഷയമല്ല. കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത മുവഹിദിനെ മറ്റൊരു മുവഹിദ് തക്ഫീർ ചെയ്യുന്ന വിഷയമാണ്. അപ്പോൾ ഹുജ്ജത്ത് സ്ഥിരപ്പെട്ടോ എന്ന് പറയുമ്പോൾ നോക്കണം എന്ന് പറയുന്നത് കുബൂരിന്റെ മേലല്ലല്ലോ, ആ തക്ഫീർ ചെയ്യപ്പെടേണ്ട ആളുടെ മേലല്ലേ. ഇപ്പം ഞാൻ കുബൂരിയെ തക്ഫീർ ചെയ്യുന്നു, ആഷിഖ് കുബൂരിയെ തക്ഫീർ ചെയ്യുന്നില്ല. അപ്പോൾ ആഷിഖ് കുബൂരിയെ തക്ഫീർ ചെയ്യാത്തത് കൊണ്ട് ആഷിഖിന്റെ വാദം കുഫ്റാണ് എന്നറിയുന്ന ഞാൻ ആഷിഖിനെ തക്ഫീർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുഫർ പറയുന്നത് കൊണ്ട് ആഷിഖിനെ തക്ഫീർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഷിഖിന്റെ മേലെ അതിന് തെളിവ് സ്ഥിരപ്പെടണ്ടേ? അതിന് കാന്തപുരത്തിന്റെ മേലെ തെളിവ് സ്ഥിരപ്പെട്ടോ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും ആഷിഖും തമ്മിലാണ് ഇവിടെ പ്രശ്നം, ഞാനും കാന്തപുരം തമ്മിലല്ലല്ലോ. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ഇത് ബേസിക് അറബി, ലുഗത്തുൽ അറബി അറിയുന്ന ഒരാൾക്കും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു വാക്കാണ് ആഷിഖ് അവിടെ കോട്ടി മാറ്റിയിട്ട് ഇത് നേരെ ഹത്ത തുക്കാമു അലൈമുൽ ഹുജ്ജ എന്നുള്ളത് കുബൂരുകളുടെ മേലെ ഹുജ്ജത്തായിട്ടില്ലെങ്കിൽ എന്ന് മാറ്റി. ഹത്ത തുക്കാമു അലൈമുൽ ഹുജ്ജ, പിന്നെ അവരുടെ മേൽ ഹുജ്ജത്ത്, ന്യായം സ്ഥിരപ്പെടുന്നത് വരെ എന്ന് അവിടെ പറഞ്ഞത് മുവഹിദിനെ തക്ഫീർ ചെയ്യാനാണ് ലജ്ന പറഞ്ഞത്. അത് നേരെ കുബൂരിയെ തക്ഫീർ ചെയ്യുന്ന വിഷയമാക്കി മാറ്റി ആര്? ആഷിഖ്. ഒന്നുകൂടി വായിക്കാം. വബിദ യുവലം, അതുകൊണ്ട് അറിയുക, അന്നഹു ലാ യജൂസു ലി ത്വായിഫത്തിൽ മുവഹിദീൻ അല്ലസീന യഅ്തഖിദൂന കുഫ്റ ഉബ്ബാദിൽ ഖുബൂർ, കുബൂരികൾ കുഫറിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മുവഹിദുകൾക്ക് അനുവദനീയമല്ല എന്ത്? അൻ യുകഫിറു ഇഖ്വാനുൽ മുവഹിദീൻ, അവരുടെ മറ്റ് മുവഹിദുകളെ തക്ഫീർ ചെയ്യുക എന്നുള്ളത്. അല്ലസീന, ആരാണ് മറ്റു മുവഹിദുകൾ? അല്ലസീന തവഖഫു ഫി കുഫ്രിഹിം ഹത്താ തുഖാമ അലൈഹിമുൽ ഹുജ്ജ, കുബൂരികളുടെ കുഫറിൽ കുബൂരികളെ തക്ഫീർ ചെയ്യാതെ നിൽക്കുന്ന മറ്റ് മുവഹിദുകളെ തക്ഫീർ ചെയ്യുക എന്നുള്ളത് ഒരു കൂട്ടം മുവഹിദുകൾക്ക് അനുവദനീയമല്ല. ഏതുവരെ തക്ഫീർ ചെയ്യുക അനുവദനീയമല്ല? ഹത്ത, ഏതുവരെ? ഹത്ത വരെ, തുക്കാമു അലൈഹിമുൽ ഹുജ്ജ, അവരുടെ മേൽ ന്യായം സ്ഥിരപ്പെടുന്നത് വരെ, അവരുടെ മേലൊരു തെളിവ്, തക്ഫീർ ചെയ്യാനുള്ള തെളിവ്, പ്രമാണം സ്ഥിരപ്പെടുന്നത് വരെ. ഇത് മുവഹിദിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ കുബൂരിന്റെ മേലിൽ ഹുജ്ജത്താകേണ്ട കാര്യമല്ല പറയുന്നത്. തക്ഫീർ ചെയ്യുന്നത്, ഇവിടെ സംസാരിക്കുന്നത് മുവഹിദിനെ തക്ഫീർ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ മുവഹിദിനെ തക്ഫീർ ചെയ്യുന്ന കാര്യമാകുമ്പോൾ ആ തക്ഫീർ ചെയ്യപ്പെടുന്ന മുവഹിദിന്റെ മേല് ഹുജ്ജത്ത് സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഈ പറയുന്നത്. ഇതാർക്കാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? ഇവർ വല്ല അറബി അറിയുന്ന പണ്ഡിതന്മാരും സൗദിയിൽ പോയി പഠിച്ചവരും വലിയ വലിയ ഉലമാക്കളായിട്ട് ബന്ധമുള്ളവരാണെന്ന് വാദിക്കുന്ന ആളുകളല്ലേ. എവിടെ നിങ്ങളുടെ അറബി? ഇതൊന്നും അറിയാത്ത നിങ്ങളാണ് അറബി അറിയുന്ന ആളുകൾ എന്ന് പറയും നാട്ടിൽ വിലസുന്നത്. നിങ്ങൾ വിലസിക്കോ, ഇത് കുഫർ പ്രചരിപ്പിച്ച് വിലസണ്ട, അത്രേ ഉള്ളൂ. അതൊന്നും നമ്മൾ അനുവദിക്കൂല. ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ബാത്തിനെതിരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും. ഇനി വീണ്ടും ലജ്ന തുടരുന്നു. ലിഅന്ന തവഖുഫും അൻ തക്ഫീരിഹിം ലഹു ശുബ്ഹത്തുൻ വഹിയ ഇഅ്തിഖാദു അന്നഹു ലാ ബുദ്ദ മിൻ ഇഖാമത്തിൽ ഹുജ്ജ അലാ ഉലൈകൽ കുബൂരിയന ഖബ്ല തക്ഫീരിഹിം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകളെ മറ്റ് മുവഹിദുകളെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ മേൽ തെളിവ് സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം എന്ന് പറയാണ് ലജ്ന? എന്തുകൊണ്ടാ? ലിഅന്ന തവഖുഫു അൻ തക്ഫീരിഹിം, ഈ മുവഹിദുകൾ കുബൂരികളെ തക്ഫീർ ചെയ്യാത്തതിന്റെ കാരണം ലഹു ശുബ്ഹത്തുൻ, അവർക്ക് ലഹു എന്നാണ് പറയുന്നത്, ലഹും ആവേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം ലഹും അത് ജമ്മിനെ കുറിച്ചാണല്ലോ, കൂടുതൽ ആളുകളെ കുറിച്ചാണ്, ഒരാളെ കുറിച്ചല്ല. ലഹും ശുബ്ഹത്തുൻ, അവർക്ക് ശുബ്ഹത്തുണ്ടാവാൻ, വഹി ഇഅ്തിഖാദു അന്നഹു ലാ ബുദ്ദ മിൻ ഇഖാമത്തിൽ ഹുജ്ജ അലാ ഉലൈകൽ കുബൂരി, കുബൂരികളുടെ മേലെ ഹുജ്ജത്ത് വേറെ സ്ഥിരപ്പെടേണ്ടതുണ്ട് എന്ന ഒരു ശുബ്ഹത്ത് വിശ്വാസം അവർക്കുള്ളത് കൊണ്ടായിരിക്കാം അവർ കുബൂരികളെ തക്ഫീർ ചെയ്യാത്തത്. കറക്റ്റ് ആഷിഖിനെ കുറിച്ചൊക്കെ പറയുന്നത്, കറക്റ്റ് ആഷിഖിനെയും ആഷിഖിനെ പോലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കാരണം ആഷിഖും മറ്റേ ഷാജിദും എല്ലാം പറയുന്നത് എന്താ? ഇവിടുത്തെ കുബൂരികളുടെ മേലെ ഹുജ്ജത്തായിട്ടില്ല, അത് ശുബ്ഹത്താണ്, ആ വിശ്വാസം ശുബ്ഹത്താണെന്നാണ് ലജ്ന ഇവിടെ പറയുന്നത്.
ലിഅന്ന തവക്കുഫു അൻ തക്ഫീരിഹിം, അവരെ കുബൂരികളെ തക്ഫീർ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ലഹു ശുബ്ഹത്തുൻ, അവർക്ക് ഒരു ശുഭത്ത് ഉണ്ടാവാം. അതെന്താണ്? വഹിയത്തിക്കാതും, അത് അവരുടെ വിശ്വാസമാണ്. ആ ശുഭത്ത് എന്ത് വിശ്വാസമാണ്? ഈ കുബൂരികളെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം, എന്നാലേ അവരെ തക്ഫീർ ചെയ്യാൻ പാടുള്ളൂ, അതുവരെ മുസ്ലിമീങ്ങളായിട്ട് പരിഗണിക്കണം എന്ന ശുഭത്തെ ഈ മുവഹിദുകൾക്ക് ഉണ്ടായത് കൊണ്ടാവാം അവർ കുബൂരികളെ തക്ഫീർ ചെയ്യാതെ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മുവഹിദുകളെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് മറ്റു മുവഹിദുകൾ ആ മുവഹിദുകളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം എന്നതാണ് ഫത്വ. വളരെ സിമ്പിളാണ്. ഈ ഫത്വയെ ആശിഖ് എന്താക്കി മാറ്റി? ഷെയ്ഖ് ഇബ്നു ബാസും ലജ്ന ദായിമി പറഞ്ഞു, കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത മുവാഹിദുകളെ ഒരിക്കലും തക്ഫീർ ചെയ്യരുത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഹത്ത എന്ന് പറഞ്ഞാൽ തന്നെ അത് വരെ എന്നാണ്. ഏത് വരെ? അത് കഴിഞ്ഞാൽ തക്ഫീർ ചെയ്യാം. ഹത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന സ്ഥലം വരെ, ഇന്ന വിഷയം, ഇന്ന കാര്യം വരെ, ഇന്ന കാര്യം കടന്നു കഴിഞ്ഞാൽ ഹുക്കുമ് മാറും. മനസ്സിലായ? അപ്പം അത് ഒരിക്കലും പാടില്ല. കാരണം എന്താ? കുബൂരികളെ മേലെ ഹുജ്ജത്തായിട്ടില്ല എന്ന വാദമുള്ള കുബൂരികളെ മേലെ ഹുജ്ജത്തായിട്ടില്ല എന്ന വാദം വെച്ചുകൊണ്ട് അവരെ തക്ഫീർ ചെയ്യാത്ത മുവഹിദുകളെ ഒരിക്കലും തക്ഫീർ ചെയ്യാൻ പാടില്ല. ഇതാണ് ഫത്വ. നാമം വായിച്ചത്. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, വീണ്ടും കേട്ടോളൂ. അപ്പോൾ അങ്ങനെയല്ല, ഇത് സത്യത്തിൽ ഒരു സെൽഫ് ഗോളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ അർത്ഥം വെച്ചതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. ഇതൊരു മുവഹിദ്, കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത മുവഹിദിനെ കാഫിറാക്കുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു മുവഹിദ് മറ്റൊരു മുവഹിദിനെ കാഫിറാക്കുന്നതിന് മുമ്പ് ആ മുവഹിദിൻ്റെ മേലിൽ ഹുജ്ജത്ത്, ഒരു തെളിവുണ്ട്, ന്യായമുണ്ട് എന്ന് മറ്റേ മുവഹിദ് ഉറപ്പുവരുത്തണം. അത്രയേ ഉള്ളൂ. ഞാനോ നിങ്ങളോ കാശിഖിനെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ആശിഖിന് ഈ കാര്യത്തിൽ ശുഭത്തുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം, എന്നിട്ട് തക്ഫീർ ചെയ്യണം എന്നുള്ളതാണ് ഫത്വ. അപ്പോൾ ഈ ഫത്വ ഞാനോ നിങ്ങളോ തത്ബീക്ക് ചെയ്യുകയാണെങ്കിൽ ആശിഖിനെ തക്ഫീർ ചെയ്യേണ്ടി വരും. കാരണം ആശിഖിനെ പോലുള്ള ഒരാൾക്ക് ഈ വിഷയത്തിൽ ധാരാളം തെളിവുകൾ പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആശിഖ് ഇതിനെതിരെ ക്ലാസ് എടുക്കുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും ഈ ഫത്വ അടക്കം വായിച്ചിട്ട് ആശിഖ് ഇതിനെതിരെ സംസാരിക്കുകയാണ്. അവൻ എന്ത് ശുഭത്താണുള്ളത്? ശുഭത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശുഭത്ത് എന്ന് പറഞ്ഞാൽ ഹക്ക് വന്നു കിട്ടിയാൽ അത് മാറണം, അതാണ് ശുഭത്ത്. എത്ര ഹക്ക് വന്നു കിട്ടിയിട്ടും മാറാത്തതിനെ ശുഭത്ത് എന്നല്ല പറയാ, അതിന് കുഫ്ർ എന്നാ പറയാ. ജുഹൂദ്, കുഫ്ർ എന്നൊക്കെ പറയാം. നിഷേധം, തള്ളുക, മൂടി വെക്കുക, കവർ ചെയ്യുക, അതിന് അതേ പറയാൻ പറ്റുള്ളൂ. ശുഭത്ത് എന്ന് പറയാൻ പറ്റില്ല. ശുഭത്ത് എന്ന് പറഞ്ഞാൽ ശുഭത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഹക്ക് വരുമ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ശരിയായ വാദം കേൾക്കുമ്പോഴോ ഉടനെ മാറണം, അതിനെ ശുഭത്ത് എന്ന് പറയുള്ളൂ. അപ്പോൾ ആ ശുഭത്തിൽ മാറാതെ വീണ്ടും അതിനെതിരെ ആശിഖ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ അതെങ്ങനെ സഹോദരങ്ങളെ ശുഭത്താവും? അതെങ്ങനെ ശുഭത്താവും? അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഇതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം വെപ്പ്. അപ്പോൾ ശരിയായ അർത്ഥം വെച്ചാൽ ആശിഖിനെ തക്ഫീർ ചെയ്യാൻ ആശിഖ് തന്നെ പെർമിഷൻ തന്നു എന്നുള്ളതാണ് ഈ ഫത്വ. ആശിഖ് വലിയൊരു സെൽഫ് ഗോളാണ് അടിച്ചത്. ആശിഖിൻ്റെ ക്ലാസ് കേട്ട ആളുകൾ ദയവ് ചെയ്ത് ഈ ഫത്വ പഠിക്കുക. നിങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാ മറ്റു കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെക്കുക. ഞാൻ പറയുന്നതോ ആശിഖ് പറഞ്ഞതോ ഒക്കെ മാറ്റിവെക്കുക. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ ഈ ഫത്വ ഒന്ന് നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ ഈ ഭാഗം, ആശിഖ് പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് പഠിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൗദിയിലുള്ള ഏതെങ്കിലും ഉലമാക്കളെടുത്ത് പോയിരുന്ന് ഈ ഫത്വ എന്താണെന്നൊന്ന് പഠിക്കൂ. പഠിച്ചിട്ട് നിങ്ങൾ പറ ഇതിൻ്റെ അർത്ഥം എന്താണ്. ഇത് എങ്ങനെ അർത്ഥം വെച്ചാലും ആശിഖിനെ തക്ഫീർ ചെയ്യാൻ ആശിഖ് തന്നെ പെർമിഷൻ തരുന്നതാണ്. ആശിഖിനെ മാത്രമല്ല, ഈ വാദമുള്ള എല്ലാവരെയും. വലിയ ഗുരുതരമായ കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ആശിഖിനുള്ള റദ്ദ് ഇത് വെച്ചിട്ട് തന്നെ തുടങ്ങിയത്. കാരണം ഇത്രയും വലിയൊരു സെൽഫ് ഗോൾ ഈവൻ സ്കോർ ചെയ്യുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. അത്രയും വലിയ സെൽഫ് ഗോളാണ് ഈ ഫത്വ വായിച്ചതിലൂടെ പാവം ആശിഖ് ചെയ്തിട്ടുള്ളത്. ആശിഖ് ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി ആശിഖ് എങ്ങനെയാണ് അർത്ഥം വെച്ചത് നോക്കാം. ആശിഖ് ഇതിൻ്റെ അർത്ഥം വെച്ചു. ആശിഖ് എന്താണ് പറഞ്ഞത്? പബിദാഹിവലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ യജൂസു ലി ത്വായിഫത്തിൽ മുവഹിദീന അല്ലദീന യഅതഖിദൂന കുഫ്റ ബദൽ ഖുബൂർ. കുബൂരികൾ കുഫറിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം മുവഹിദുകൾക്ക് അനുവദനീയമല്ല എന്ത്? അവരുടെ മറ്റ് മുവഹിദ് സഹോദരങ്ങളെ തക്ഫീർ ചെയ്യുക എന്നുള്ളത്. ഏതുവരെ? ഹത്താ തുക്കാമു അലൈഹിമുൽ ഹുജ്ജ, കുബൂരികളുടെ മേലെ ഹുജ്ജത്ത് എത്തുന്നത് വരെ എന്നാക്കി. ഇതാണ് ആശിഖ് പറഞ്ഞ ഉത്തരം. ഹത്താ തുക്കാമു അലൈഹിമുൽ ഹുജ്ജ, അവരുടെ മേൽ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നത് വരെ എന്ന് ലജ്ന പറഞ്ഞത് മുവഹിദിനെ തക്ഫീർ ചെയ്യുന്ന കാര്യമാണ്. മുവഹിദിന്റെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നത് വരെയുള്ള കാര്യമാണ്. പക്ഷെ ആശിഖ് പറഞ്ഞപ്പോൾ എന്താക്കി? കുബൂരികളെ തക്ഫീർ ചെയ്യുക എന്ന വിഷയം, കുബൂരികളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടുക എന്ന വിഷയമാക്കി അർത്ഥം മാറ്റി. ഞാൻ പറഞ്ഞത് ഹത്താ തുക്കാമു അലൈഹിമുല്ല ഹുജ്ജ എന്ന് പറഞ്ഞില്ല, ഹും. അവരാരാണ്? ആ ഹും മുവഹിദുകളാണ്. ആശിഖ് എന്താക്കി? ആ ഹുമ്മിനെ കുബൂരികളാക്കി മാറ്റി. അപ്പം മുവഹിദിന്റെ മേലെ ന്യായം സ്ഥിരപ്പെടുന്നവരെ മറ്റൊരു മുവഹിദിന് തക്ഫീർ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ
ആശിഖ് എങ്ങനെ ആക്കി മാറ്റി? കുബൂരിയുടെ മേൽ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നത് വരെ ഒരു മുവാഹിദിന് മറ്റൊരു മുവാഹിദിനെ തക്ഫീർ ചെയ്യാൻ പാടില്ല എന്നാക്കി. അങ്ങനെ അർത്ഥം കൂട്ടി മാറ്റി. ശരി, ആശിഖ് തെറ്റായ അർത്ഥമാണ് വെച്ചത് എങ്കിൽ പോലും ഈ ഫത്വ ഇങ്ങനെ അർത്ഥം വെച്ചാൽ പോലും ആശിഖിനെ തക്ഫീർ ചെയ്യാൻ ആശിഖ് തന്നെ ഈ ഫത്വ തത്ബീക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഫത്വ വെച്ച് ആശിഖോ ഞാനോ നിങ്ങളോ ആശിഖ് പറഞ്ഞ അർത്ഥം വെച്ചിട്ട് തന്നെ ഇതിനെ സ്വീകരിക്കുകയാണെങ്കിൽ പോലും ആശിഖിനെ തക്ഫീർ ചെയ്യേണ്ടി വരും എന്ന് ആശിഖ് തന്നെ സമ്മതിക്കുകയാണ്. കാരണം ഇതേ ഫത്വയുടെ മുൻ പേജുകളിൽ ഈ ഫത്വ തുടങ്ങുന്നത് തന്നെ കുബൂരികളുടെ മേൽ ഹുജ്ജത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. കുബൂരികളുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട്, കുബൂരികൾക്ക് ഉദ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫത്വ തുടങ്ങുന്നത് തന്നെ. എന്നിട്ടാണ് ഈ ഭാഗത്തിലോട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹത്താ തുക്കാമു അലൈമിൽ ഹുജ്ജക്ക് ആശിഖ് പറഞ്ഞ പോലെ കുബൂരികളുടെ മേല് ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നത് വരെ എന്ന വാദമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലുള്ള അന്യനാട്ടിലെ പോലെ ഇസ്ലാമിന്റെ ദഅവത്ത് എത്തപ്പെട്ട ഏത് നാട്ടിൽ കിടക്കുന്ന കുബൂരിയാണെങ്കിലും അവരെ ശിക്ഷിക്കാനുള്ള ഹുജ്ജത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫത്വ തുടങ്ങുന്നത് തന്നെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുബൂരിയുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ ഫത്വയിൽ നോക്കിയാൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശിഖിനെ തക്ഫീർ ചെയ്യേണ്ടി വരും. കാരണം എന്താ? ആശിഖ് പറഞ്ഞെന്താ? കുബൂരിയുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നത് വരെ ഒരു മുവഹിദിന് മറ്റൊരു മുവഹിദിനെ ആ കുബൂരിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്നത് കൊണ്ട് തക്ഫീർ ചെയ്യാൻ പാടില്ല എന്നാണ്. ഈ ഫത്വയിൽ തന്നെ പറയേണ്ടത് ഇസ്ലാമിക ദഅവത്ത് എത്തപ്പെട്ട ഏതൊരു നാട്ടിലും കുബൂരിയുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട്. കുബൂരിയെ കാഫിറാക്കി അള്ളാഹു ശിക്ഷിക്കുന്നതിനും ഭൂമിയിൽ ശിക്ഷിക്കുന്നതിനുമുള്ള ഹുജ്ജത്തായിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ആശിഖിൻ്റെ വാദപ്രകാരം തന്നെ എന്തായി? കുബൂരിയുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട്. അപ്പോൾ കുബൂരിയെ മുസ്ലിമായിട്ട് പരിഗണിക്കുന്ന ഒരു മുവഹിദിനെ മറ്റൊരു മുവഹിദിനെ തക്ഫീർ ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആശിഖിനെ മറ്റാളുകൾക്ക് തക്ഫീർ ചെയ്യാവുന്നതാണ് എന്ന് ആശിഖ് തന്നെ പെർമിഷൻ കൊടുക്കുകയാണ്. സെൽഫ് ഗോളാണ്, വലിയ സെൽഫ് ഗോളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഇത് അർത്ഥം വെക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആർക്കും റദ്ദ് തരാം. പ്രൈവറ്റായോ പബ്ലിക്കായോ നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ അങ്ങനെയും ആവാം. അതല്ലെങ്കിൽ നിങ്ങൾ സൗദിയിൽ പോയി ചോദിച്ചോളൂ, ആശിഖ് പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ ഇതിൽ ശരി എന്നും നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് വലിയൊരു സെൽഫ് ഗോളാണ് ഇവിടെ ആശിഖ് സ്കോർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എങ്ങനെ അർത്ഥം വെച്ചാലും ആശിഖ് തന്നെ ആശിഖിനെ തക്ഫീർ ചെയ്യാനുള്ള പെർമിഷനാണ് തന്നത്. ഇനി എന്തുകൊണ്ട് ഇതിൻ്റെ ഇതിൽ ഫത്വയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ഷെയ്ഖ് ഇബ്നു ബാസ് കുബൂരികളെ മേലെ തക്ഫീർ ഹുജ്ജത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഈ ഫത്വ തുടങ്ങുന്ന പേജിലോട്ട് നമുക്ക് പോവാം. 146 പേജ് മുതലാണ് മക്തബ് ഷാമിലിൽ ചോദ്യം തുടങ്ങുന്നത്. ഇന്ദന തഫ്സീൽ ളാഹിറത്ത് ഇബാദൽ ഖുബൂർ ഫി നഫ്സിൽ വഖ്ത് വുജൂദ് من يدافع عن هؤلاء ويقول إنهم مسلمون معذورين بجهل فلا مانع من أن يتزوجوا من فتياتنا وأن يصلي خلفهم أن لهم كافة حقوق المسلم على المسلم ولا يكتفون. ഇതിൽ ഈ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കുറച്ച് കുബൂരികളുണ്ട്, അവരെ ഉദർ കൊടുത്ത് മുസ്ലിമാക്കുന്ന വേറെ ആളുകൾ മുസ്ലിമീങ്ങളുണ്ട്, ഇവർക്ക് ഉദറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇവർ ഈ കുബൂരിയെ ഉദർ കൊടുക്കുന്നതിന് താങ്കളുടെ ഒരു ഫത്വ, മുൻകാല ഫത്വയൊക്കെ ഇവർ തെളിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരത്തിൽ നിങ്ങൾ വന്നാൽ ഉത്തരം തുടങ്ങുമ്പോൾ ഉത്തരം ഇങ്ങനെ തുടങ്ങിയിട്ട് 148 പേജിലോട്ട് എത്തുമ്പോൾ അവിടെ കാണാം ومن عاش في بلاد يسمع فيها الدعوة إلى الإسلام وغيره ثم لا يؤمن ولا يطلب الحق من أهله فهو في حكم من بلغته الدعوة الإسلامية وأصر على الكفر. ആരാണോ പിന്നെ ഒരു നാട്ടിൽ താമസിക്കുന്നത് ഫിയ ദഅവത്ത് ഇലൽ ഇസ്ലാം, അവിടെ ഇസ്ലാമിലോട്ടുള്ള ദഅവത്തുണ്ട് എങ്കിൽ സുമ്മല യുഅ്മിനു, പിന്നെ അതിൽ വിശ്വസിക്കാതിരിക്കുകയും അതിനെക്കുറിച്ച് ഹക്കിനെ അന്വേഷിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ മിൻഹലിഹി, ഹക്കിൻ്റെ ആളുകളിൽ നിന്ന് ഹക്കിനെ അന്വേഷിക്കാതിരിക്കുക, അതായത് ഇസ്ലാമിക ദഅവത്ത് എത്തിയിട്ടുണ്ട്, അതുപോലെ അവിടെ ഹക്കിൻ്റെ ആളുകളുണ്ട്, അവരിൽ നിന്നും ഹക്ക് പഠിക്കാതിരിക്കുക, അത് അന്വേഷിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഫി ഹുക്മിഹി മൻ ബലഗത്തുൽ ദഅവത്തുൽ ഇസ്ലാമിയ ഫസറ അലൽ കുഫ്ർ, അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ അവർക്ക് ദഅവത്ത് എത്തപ്പെട്ടു, എന്നിട്ട് അവർ കുഫറിൽ നിലനിന്ന ആളുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. ദഅവത്ത് എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുജ്ജത്ത് എത്തപ്പെടുക. ബലഗത്തു ദഅവത്ത് അൽ ഇസ്ലാമിയ വസർ അലൽ കുഫ്ർ, ദഅവത്ത് എത്തപ്പെട്ട ആളുകളാണെങ്കിൽ ദഅവത്ത് എത്തപ്പെടുക എന്നുള്ള ഹുജ്ജത്ത് സ്ഥിരപ്പെടുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കുബൂരികൾ മേലെ. എന്നിട്ട് അദ്ദേഹം വീണ്ടും അടുത്ത പേജിലോട്ട് വരാം. അവിടെ പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമ് ആ കാളക്കുട്ടിയെ സ്വീകരിച്ചതും
അതുപോലെ ഷെയ്ത്താന്, സൂറത്ത് ഇബ്രാഹിമിൽ ഷെയ്ത്താൻ്റെ കഥയുണ്ടല്ലോ, ഡിബേറ്റ്, ഷെയ്ത്താന് തർക്കിക്കുന്നത്, പിന്നെ വഖാല ഷെയ്ത്താനു ഇന്നല്ലാഹ അല, അങ്ങനെ കുറേ ആയത്തുകളൊക്കെ അദ്ദേഹം അതിൽ അവിടെ പറയുന്നുണ്ട്. അമ്മാ മനാശ. ഇനി വേറെ സ്ഥലത്ത് കാണാം, വേറെ സ്ഥലത്തും കൂടിയും ഇത് പറയുന്നുണ്ട്, ഇവിടെ കാണാം. ഒമൻ നളറ ഫി ബിലാദില്ലത്തി, ഇത് അതേ ഫത്വയാണ്, അതിൻ്റെ മുന്നത്തെ പേജുകളാണ്. ഒമൻ നളറ ഫിൽ ബിലാദില്ലത്തി ഇൻതശറഫി അൽ ഇസ്ലാം, ആരാണ് ഇസ്ലാം പ്രചരിച്ച നാടുകളിലോട്ട് നോക്കുന്നത്, അവിടെ കാണാം വജദ മയഈഷു ഫിഹ, അവിടെ കാണാം ഏത് ടൈപ്പ് ആളുകളെ, ഫിയ യതജാസബഹു ഫരീഖാനി, രണ്ട് കൂട്ടരെ കാണാം. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാം പ്രചരിച്ച നാടുകളിൽ നോക്കണം, അവിടെ രണ്ട് കൂട്ടരം ആളുകളെ കാണാം. ഫരീഖും യദഉ ഇലൽ ബിദ്അ അല ഇഖ്തിലാഫി അൻവാഹിയ ശിർക്കിയത്തിൻ വൈറു ശിർക്കിയ, ഒരു കൂട്ടര് ഷിർക്കായതും ഷിർക്കായാത്തതുമായ പല ബിദ്അത്തിലോട്ടും ക്ഷണിക്കുന്നു. വയൽബസു അലന്നാസി വയസയ്യുനു ലഹും ബിദ്അതു ബിമസ്തതാ മിൻ ഹാദീസ് ലാ തുസ്ഇ വഖസസ് അജീബത്തുൻ ഗരീബത്തുൻ, അതായത് പല സ്വഹീഹ് അല്ലാത്ത ഹദീസുകളും പല കഥകളൊക്കെ എടുത്ത് അങ്ങനെ ബിദ്അത്ത്, ഷിർക്കായ ബിദ്അത്തും പ്രചരിപ്പിക്കുന്ന ആളുകളെ കാണാം. പിന്നെ വഫരീഖുൻ യദൂ ഇലൽ ഹഖ് വൽ ഹുദ, അതേപോലെ മറ്റൊരു കൂട്ടർ ഫരീഖുൻ യദൂ ഇലൽ ഹഖ് വൽ ഹുദ, സത്യത്തിലോട്ടും ഹിദായത്തിലോട്ടും ക്ഷണിക്കുന്ന വേറൊരു കൂട്ടരെയും കാണാം. അപ്പോൾ അദ്ദേഹം പറയണം, നിങ്ങൾ ഇസ്ലാം പ്രചരിച്ച നാടുകളിലോട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് തരം ആളുകളെ കാണാം. ഒന്ന് ഷിർക്കല്ലാത്ത അങ്ങനെ ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളും, മറ്റേത് ഹക്കിൻ്റെ ആളുകളും ഉണ്ടാവും എന്ന് പറയണേ. വയുക്കീവു അല അസാലിക്കൽ അതില്ലത്തി മിൻ കിതാബി സുന്ന, ഹക്കിൻ്റെ ആളുകൾ കിതാബും സുന്നത്തും വെച്ച് ദഅവത്ത് കൊടുക്കുന്നു. വയുബയ്യിനു ബുതുലാന മാ ദഅ ഇലൈഹിൽ ഫരീഖുൽ ഉഖ്റ, അത് വെച്ചിട്ട് അവർ മറ്റു കൂട്ടരുടെ ബാത്തിൽ ഈ ഹക്ക് വെച്ച് തെളിവ് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദഅവത്ത് കൊടുക്കുന്നു. ഫകാന ഫി ബലാഗ് ഹാദൽ ഫരീഖ് വബയാനിഹിൽ കാഫിയത്തു ഫി ഇഖാമത്തിൽ ഹുജ്ജ വഇൻ കല്ല അദദുഹും. സുബ്ഹാനല്ലാഹ്. ഫകാന ഫി ബലാഗ് ഹാദൽ ഫരീഖ്, ഈ ഹക്കിൻ്റെ ആളുകളുടെ എത്തപ്പെടൽ, അതല്ലെങ്കിൽ അവരുടെ ദഅവത്ത്, അവരുടെ ആ എത്തപ്പെടൽ, അവരുടെ പ്രബോധനം, വബയാനിഹി, അവർ വിശദീകരിച്ചു കൊടുക്കുന്നതും, അൽ കാഫിയത്തു ഫി ഇഖാമത്തിൽ ഹുജ്ജത്തി വഇൻ കല്ല അദദുഹും, ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ ഹക്കിൻ്റെ ആളുകൾ, ഇസ്ലാം പ്രചരിച്ച നാടുകൾ, ഇസ്ലാമിക രാജ്യം എന്നല്ല, ഇസ്ലാം പ്രചരിച്ച നാട്, ഇസ്ലാം എവിടൊക്കെയോ എത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ബിദ്അത്ത്, ഷിർക്കായ ബിദ്അത്തിൻ്റെ ആളുകളും ഷിർക്കല്ലാത്ത ബിദ്അത്തിൻ്റെ ആളുകളും ഹക്കിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹക്കിൻ്റെ ആളുകൾ കിതാബും സുന്നത്തും വെച്ച് നടത്തുന്ന ആ ബലാഗ്, ആ പ്രബോധനം, ആ ദഅവത്ത്, അത് അൽ കാഫിയത്തു, അത് മതിയായതാണ്. എന്തിന്? ഫി ഹിക്കാമത്തി ഹുജ്ജത്തി വൈൻ കല്ല അദദുഹും, ഈ ഖുബൂരുകളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നതിന് ഈ ആളുകളുടെ ദഅവത്ത്, ഈ പ്രബോധനം ഇത് മതിയായതാണ്. വൈൻ കല്ല അദദുഹും, ഇനി അവരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് എന്താ പറയുന്നത്? ഖുബൂരുകളുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട്, അവിടെ പിന്നെ ഇസ്ലാമിക ദഅവത്ത് ഉള്ള ഒരു നാടാണെന്നുണ്ടെങ്കിൽ അവിടെ ഹുജ്ജത്തായിട്ടുണ്ട്. സത്യത്തിൽ ഈ ഹുജ്ജത്തിൻ്റെ ശിക്ഷക്കുള്ള ഹുജ്ജത്താണ്, പേര് കൊണ്ട് തക്ഫീർ ചെയ്യാൻ അതിന് പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും വൈൻ കല്ല അദദുഹും, അവരുടെ എണ്ണം കുറവാണെങ്കിൽ പോലും ആളുകൾ, ഹക്കിൻ്റെ ആളുകൾ അവിടെ ഉണ്ട് എങ്കിൽ അവരുടെ മേലെ അവരെ ശിക്ഷിക്കാനുള്ള കാഫിറായി എന്നുള്ള ഹുജ്ജത്ത് അവിടെ ആയിട്ടുണ്ട്. ഇന്നൽ ഇബ്റത ബി ബയാനിൽ ഹഖി ബി ദലീലിഹി ലാ ബി കസറത്തിൽ അദദി ഫമൻ കാന ആകിലൻ വാശഫ ബി മസ്ലി ഹാദൽ ബിലാൽ വസ്തതാ യരിഫ് എന്ന് പറഞ്ഞിട്ട് ഹക്ക് ബിൻ ഹലീം. അപ്പോൾ ഹക്കിൻ്റെ ബയാന്, ഹക്ക് എന്ന് പറഞ്ഞാൽ അത് തെളിവ് കൊണ്ടാണ്. ലാ ബി കസറത്തിൽ അദദ്, ആളുകളുടെ എണ്ണം കൊണ്ടല്ല. ഫമൻ കാന ആകിലൻ വാശഫ ബി മസ്ലി ഹാദൽ ബിലാൽ, ആരാണോ ബുദ്ധിയുള്ളവനാവുകയും അതായത് ഭ്രാന്തനാവാതിരിക്കുകയും ഇത്തരം നാടുകളിൽ ജീവിക്കുകയും ചെയ്യുന്നത്, ഇങ്ങനെ അതുപോലെ ഹക്ക് പഠിക്കാൻ കഴിവുള്ളവനാവുകയും ചെയ്യുന്നത്, അവൻ്റെ മേലിലൊക്കെ ഹുജ്ജത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുബൂരികളുടെ മേലിൽ ഹുജ്ജത്തായിട്ടുണ്ട്, ആ ചോദ്യം ചോദിച്ച നാട്ടിലെ കുബൂരികളുടെ മേലിലും ഹുജ്ജത്തായിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്. അപ്പോൾ അതേ ഫത്വയിൽ കുബൂരികളുടെ മേലിൽ ഹുജ്ജത്തായിട്ടുണ്ട് എന്ന്, ഇത് ഞാൻ വായിച്ചത് ഹുജ്ജത്തായിട്ടുണ്ട് എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്. അത് സത്യത്തിൽ 3-4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, പല ആയത്തുകളും ഹദീസുകളും. പിന്നെ ഷെയ്ത്താന് എന്താ പറയുക, സൂറത്ത് ഇബ്രാഹിമിലെ ആ കഥ, ഷെയ്ത്താൻ അവിടെ പോയി പറയുന്ന കഥ, അതുപോലെ പിന്നെ നേതാക്കന്മാരെ പിൻപറ്റിയ കഥ, ആ ആയത്തുകൾ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത് കുബൂരിയുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുബൂരിയുടെ മേലെ ഹുജ്ജത്താവുന്നത് വരെ ആ കുബൂരിയെ തക്ഫീർ ചെയ്യാത്ത മുവഹിദിനെ തക്ഫീർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് പിന്നെ കുബൂരിയുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ടല്ലോ.
കുബൂരിയുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കുബൂരിയുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട്. കാരണം എന്താ, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഈ ഫത്വ പ്രകാരം തന്നെ, അതല്ലെങ്കിൽ ലജ്നയുടെ ഈ ഫത്വ പ്രകാരം തന്നെ ഇവിടെ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്, ഇവിടെ ഹക്കിന്റെ ആളുകളുണ്ട്, കുബൂരികൾക്ക് ദഅവത്ത് കൊടുക്കുന്നുണ്ട്, അവരെല്ലാം കേട്ടിട്ടുണ്ട്. അവർ വഹാബികള് നിങ്ങളെ തൗഹീദ് ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കുന്നു, അവർ പഠിക്കുന്നില്ല, അവർ കീഴ്പ്പെടുന്നില്ല, അവരുടെ മേലെ ഹുജ്ജത്തായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹുജ്ജത്തായ കുബൂരികളെ തക്ഫീർ ചെയ്യാത്ത കാരണത്താൽ ആഷിഖിനെയും കൂട്ടരെയും മറ്റ് മുവഹിദുകൾക്ക് തക്ഫീർ ചെയ്യാം എന്നാണ് ഈ ലജ്ന ദായിമയുടെ ഫത്വ എന്നതാണ് ആഷിഖ് തന്നെ വായിച്ച് ഇവിടെ പെർമിഷൻ തന്നത്. ആഷിഖിന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. ആഷിഖിനെ തക്ഫീർ ചെയ്യാനുള്ള വകുപ്പ് ആഷിഖ് അർത്ഥം വെച്ച രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ ഫത്വ വെച്ച് ആഷിഖിനെയും അതുപോലെ മറ്റ് കുബൂരികളെ മുസ്ലിമായിട്ട് അംഗീകരിക്കുന്ന ആളുകളെയും തക്ഫീർ ചെയ്യേണ്ടി വരും. കാരണം ഫത്വ പ്രകാരം അവർ പറയുന്നത് ദഅവത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഹുജ്ജത്ത് കുബൂരിയുടെ മേലായിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഞാൻ അർത്ഥം വെച്ചതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ അങ്ങനെ നോക്കുകയാണെങ്കിലാണ് പിന്നെങ്കിലും ആഷിഖിനും കൂട്ടർക്കും ചെറിയ ഒരു ഉദറ് കിട്ടുക. കാരണം കുറച്ചെങ്കിലും സമയം കിട്ടൽ ഞാൻ അർത്ഥം വെച്ച പോലെ നോക്കുകയാണ്. ഞാൻ അർത്ഥം വെച്ച പോലെ ശരിയായ അർത്ഥം വെക്കുമ്പോഴാണ് ആഷിഖിനും കൂട്ടർക്കും കുറച്ചെങ്കിലും തക്ഫീർ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സമയം കിട്ടുക. ഈ ഫത്വ തത്ബീഖ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം തരേണ്ടി വരും. നിങ്ങളെ ശുബഹത്ത് മാറ്റണം. നിങ്ങളെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശുബഹത്ത് മാറ്റാനുള്ള സമയം തരേണ്ടി വരും. പക്ഷേ ആഷിഖ് അർത്ഥം വെച്ച രീതിയിലാണ് ഈ ഫത്വയെ ആഷിഖും ഞാനും നിങ്ങളും സ്വീകരിക്കുന്നത് എങ്കിൽ ആഷിഖിനെയും കൂട്ടരെയും തക്ഫീർ ചെയ്യുന്നതിന് യാതൊരു സമയം പോലും വേണ്ട. കാരണം എന്താ, ആഷിഖ് പറഞ്ഞെന്താ, കുബൂരിയുടെ മേൽ ഹുജ്ജത്തായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ തക്ഫീർ ചെയ്യരുത് എന്നാണ്. സത്യത്തിൽ കുബൂരിയുടെ മേൽ ഹുജ്ജത്തായിട്ടുണ്ട് എല്ലാ നാട്ടിലും, ഇസ്ലാം എത്തപ്പെട്ട എല്ലാ നാട്ടിലും നിന്നാണ് ഈ ഫത്വ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഈ ഫത്വ വെച്ച് നോക്കുകയാണെങ്കിൽ ആഷിഖിനും കൂട്ടർക്കും സമയം പോലും നൽകേണ്ടതുണ്ടാവില്ല. കാരണം ഇവിടെ കുബൂരിയുടെ മേൽ ഹുജ്ജത്തായിട്ടുണ്ട്. അപ്പോൾ അവരെ തക്ഫീർ ചെയ്യാത്ത ആഷിഖിനെയും കൂട്ടരെയും ആഷിഖും കൂട്ടരും തന്നെ തക്ഫീർ ചെയ്യാൻ പെർമിഷൻ നൽകുകയാണ് ഈ ഫത്വ അർത്ഥം വെച്ചതിലൂടെ എന്ന് പറയേണ്ടി വരും. രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇത് കുബൂരിയെ തക്ഫീർ ചെയ്യാത്തവനെ തക്ഫീർ ചെയ്യാനുള്ള വകുപ്പാണ്. ഇനി ആഷിഖിനെ പോലെ ഈ ഫത്വ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ റോങ് ആയിട്ട് അർത്ഥം വെച്ച് ചില ആളുകൾ ശുബഹത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ചെവിയിലെത്തുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇൻഷാ അല്ലാഹ് നമുക്ക് അതും വായിക്കാം. അപ്പോൾ ആഷിഖിനെ പോലുള്ള ആളുകൾ അന്നും ഉണ്ടായിരുന്നു. ഈ ഫത്വയെ ചില ആളുകൾ തെറ്റായ രീതിയിൽ അർത്ഥം വെച്ചു. ആഷിഖ് അർത്ഥം വെച്ച പോലെ അർത്ഥം വെച്ചു. ആഷിഖ് അർത്ഥം വെച്ചാലും ആഷിഖിനെയും കൂട്ടരെയും തക്ഫീർ ചെയ്യാനുള്ള വകുപ്പാണ് അതിൽ ഫത്വയിലുള്ളത്. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ തെറ്റായ അർത്ഥം വെച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തി. അദ്ദേഹത്തിനോട് ഈജിപ്തിൽ നിന്ന് ഒരു കത്ത് എഴുതി ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദിക്കുന്ന വിഷയം അദ്ദേഹത്തിൻ്റെ ഫത്വ അത് ഒരു 1-2 യൂട്യൂബ് വീഡിയോസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈറ്റിലുണ്ടോ എന്ന് നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കാം. ആ ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിക്കുന്നത് ഒന്ന് നമുക്ക് കേൾക്കാം. അതായത് ആഷിഖ് അർത്ഥം വെച്ച പോലെ അർത്ഥം വെച്ചുകൊണ്ട് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചില ആളുകളുടെ ശുബഹത്ത് പരത്തി. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തേടിക്കൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസിനോട് വീണ്ടും ഈ കത്ത് എഴുതി ആളുകൾ ചോദിക്കേണ്ടത്. അന്നത്തെ കാലത്ത് നടന്ന സംഭവമാണ്. 90-കൾക്കാവാനാണ് ചാൻസ്. അപ്പോൾ ഷെയ്ഖിനോടുള്ള ചോദ്യവും അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയും നമുക്ക് ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹു തആല. رسالة بعث بها المستمع عبد المالك قاسم أبو شعبة إكميلي يقول في رسالته: في فتاواكم، ويخاطبكم سماحة الشيخ، في فتاواكم المؤرخة بتاريخ 20/5/1408 والمرقمة برقم 1043 وهي ولذا يعلم أنه لا يجوز لطائفة الموحدين. ശ്രദ്ധിക്കണം, അതേ ഫത്വ വബിദാ യുലം അന്നഹു ലാ യജൂസു ലി ത്വായിഫത്തിൽ മുവഹിദീൻ എന്ന് പറഞ്ഞ് ആഷിഖ് ഞാൻ വായിച്ച അതേ ഫത്വയുടെ അതേ ഭാഗം വീണ്ടും ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിക്കുകയാണ്. الذين يعتقدون كفر عباد القبور أن يكفروا إخوانهم الموحدين الذين توقفوا في كفرهم حتى تقام عليهم الحجة. ഹത്താ തുക്കാമു അലൈഹിമുൽ ഹുജ്ജ എന്ന നമ്മൾ ആഷിഖ് തെറ്റായി അർത്ഥം വെച്ച ആ ഭാഗം വരെ ഇപ്പോൾ അവർ വായിച്ചു. ഇനി കേൾക്കുക. أنه لا بد من إقامة الحجة على أولئك القبوريين مثل تكفيرهم بخلاف من لا شبهة في كفره
ഇപ്പോൾ പറഞ്ഞ ഫഖദ് ഫഹിമ ബഅദുന, ഞങ്ങളിൽ ചില ആളുകൾ മനസ്സിലാക്കി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ ചോദ്യമാണ്. അതായത് നേരത്തെ വായിച്ചത് ആ ഫത്വയിലുള്ള ആദ്യത്തെ ഫത്വയിലുള്ള ഭാഗമാണ് ലജനയുടെ. ഇനി പറയുന്നത് ഫഖദ് ഫഹിമ ബഅദുന, നമ്മൾ ചില ആളുകൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം ചോദിക്കാണ്. അവിടെ മുവഹിദുകളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം എന്നുള്ളതാണ് എന്ന് പറയുന്നതാണ് എന്ന് ഞങ്ങൾ ചില ആളുകൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പറയാണ് വീണ്ടും. മറ്റു ചിലർ മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത് പറയണം. അതായത് ഹാഷിഖ് അർത്ഥം വെച്ച പോലെ ചില ആളുകൾ ഇവിടെ അർത്ഥം വെച്ചു എന്നുള്ളത് ഇനി പറയുകയാണ്, ശ്രദ്ധിക്കണം. حتى تقام الحجة عليهم أي متى تقام الحجة على القبوريين ഐ മതാ തുക്കാമു അലൈഹിമുൽ ഹുജ്ജത്ത് അലൽ കുബൂരിയീൻ, കുബൂരികളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം എന്ന രീതിയിലാണ് അർത്ഥം വെച്ചത് എന്ന് ചില ആളുകൾ അർത്ഥം വെച്ചു എന്ന് ആഷിഖ് അർത്ഥം വെച്ച പോലെ അങ്ങനെയും പറയുകയാണ് ഷെയ്ഖിനോട്. ഓക്കെ, രണ്ട് രീതിയിലും. അപ്പം ഞാൻ പറഞ്ഞ പോലെ അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കി ചില ആളുകൾ ആഷിഖ് പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഷെയ്ഖിനോട് പറയുകയാണ്, കേൾക്കണം. وليس معناه إقامة الحجة على طائفة الموحدين الذين يقرون عباد القبور مزاح أو الذين يحضرون عباد القبور مزاح. الرجاء يا سماحة الشيخ عبد العزيز. ഇത് പറയണേ ഷെയ്ഖ് അബ്ദുൽ അസീസ്, താങ്കൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖിനോട് എൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്, ശ്രദ്ധിക്കണം. واستحلفك بالله الذي لا إله غيره أن توضح لنا هذا الأمر. هل الذي تقام على الذي تقام على الحجة عليه الحجة هم عباد القبور أو الموحدين الذين يحضرون عباد القبور؟ جزاكم الله. ഇവിടെ ശ്രദ്ധിക്കണം, ആരുടെ മേലാണ് തുക്കാമു അലൈഹി ഹുജ്ജ എന്ന് പറഞ്ഞത്? അത് ഈ മുവഹിദുകളുടെ മേലെ ആണോ പറയുന്നത്? മുവഹിദുകളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം എന്നാണോ പറയുന്നത്? അതല്ല കുബൂരികളുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടണം എന്നാണോ ആ തുക്കാമു അലൈഹിമുൽ ഹുജ്ജ എന്ന ഫത്വയിലെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ചോദിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ഉത്തരം കേൾക്കാം. അൽ മഖ്സൂദ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, ശ്രദ്ധിക്കണം, ഒന്നുകൂടി കേൾക്കാം. المقصود هو أن الذين توقفوا في تكفير عباد القبور لا يكفرون حتى تقام الحجة على أولئك. അവിടെ പറയുന്ന അൽ മഖ്സൂദ്, അതായത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണോ കുബൂരികളെ തക്ഫീർ ചെയ്യപ്പെടാത്തത് അവരുടെ മേൽ ഹുജ്ജത്ത് അല ഉലായിക്, അവരുടെ മേൽ ആരാണോ കുബൂരികളെ തക്ഫീർ ചെയ്യാത്തത് അവരുടെ മേൽ ഹുജ്ജത്ത് ചെയ്യപ്പെടുന്നവരെ അവരെ തക്ഫീർ ചെയ്യരുത്. അത് മുവഹിദുകളുടെ കാര്യമാണ്. അല ഉലായിക് എന്ന് പറഞ്ഞാൽ മുവഹിദുകളുടെ കാര്യമാണ്. ആരാണോ കുബൂരികളെ തക്ഫീർ ചെയ്യാത്തത് അല ഉലായിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ മേൽ. അത് മുവഹിദുകളെ കുറിച്ചാണ്. ഇനിയും കേൾക്കാം, ഇനിയും അദ്ദേഹം ഇത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, കേൾക്കണം, വീണ്ടും കേൾക്കാം. المقصود هو أن الذين توقفوا في تكفير عباد القبور لا يكفرون حتى تقام الحجة على أولئك الذين استمروا في إحداث الأموال والاستغاثة بالأموال، لأن هؤلاء الذين توقفوا بكفرهم لهم هذه الشبهة. فالمقصود أن الموحد المؤمن الذي توقف عن تكفير. ശ്രദ്ധിക്കണം, അൽ മഖ്സൂദ് അന്നൽ മുഅ്മിൻ അൽ മുവഹിദ് അല്ലദി തഫഖു ഫീ തക്ഫീർ എന്നാണ്. അതായത് അവിടെ മഖ്സൂദ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, അവിടെ ലക്ഷ്യം വെക്കുന്നത് മുഅ്മിനും മുവഹിദുമായ ആളെ കൃത്യമായി പറയുന്നു, ശ്രദ്ധിക്കണം. വീണ്ടും കേൾക്കാം, വീണ്ടും കേൾക്കാം. അൽ മഖ്സൂദ് അന്നൽ മുവഹിദ് അൽ മുഅ്മിൻ توقف عن تكفير بعض عباد القبور لا يقال انه كافر. اما هذه الشبهه فالمقصود ان الموحد المؤمن الذي توقف عن تكفير بعض عباد القبور لا يقال انه كافر لانه لم يكفر الكافر، ولكن يتوقف بتكفيره حتى يبين له وتزول الشبهه ان هؤلاء الذين يعبدون القبور ويستعينون بالاموات كفار.
ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ പറയുന്നുണ്ട്, അവിടെ ലക്ഷ്യം അവിടെ ഈ ഹത്താ തുക്കാമു അല്ലെങ്കിൽ ഹുജ്ജ എന്ന് പറയുന്നത് മുഅ്മിനും മുവഹിദുമായ ആളുകളെ കുറിച്ചാണ്. അവർക്ക് നിങ്ങൾ അവരുടെ ശുഭത്തുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക, ബയാൻ കൊടുക്കുക. അതുവരെ അവരെക്കുറിച്ച് കാഫിറുകളായിട്ട് പരിഗണിക്കണ്ട എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ആഷിഖ് പറഞ്ഞ പോലെയല്ല, നമ്മൾ പറഞ്ഞ പോലെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്. ലജ്നയുടെ ഫത്വയാണ്. അത് ഭാഷ അറിയുന്ന ഒരാൾക്കും ഏതൊരാൾക്കും മനസ്സിലാവും. ഇത് ഷെയ്ഖ് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അന്നത്തെ കാലത്തും ആഷിഖിനെ പോലെ ഈ ഫത്വ കോട്ടി മാറ്റാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഷെയ്ഖിലോട്ട് ചോദ്യം വന്നു. അപ്പോൾ ഷെയ്ഖ് അത് വീണ്ടും ക്ലാരിഫൈ ചെയ്യാണ്. കേൾക്കുക. അൽ മഖ്സൂദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. കേട്ടോളൂ, ഒന്നുകൂടി കേൾക്കാം. بعض عباد القبور لا يقال انه كافر لانه لم يكفر الكافر، ولكن يتوقف بتكفيره حتى يبين له وتزول الشبهه ان هؤلاء الذين يعبدون القبور ويستعينون بالاموات كفار، لان الذين عبدوا القبور في الجاهليه في عهد النبي صلى الله عليه وسلم وقبله كانوا كفارا. അദ്ദേഹം പറയാണ്, അങ്ങനെയുള്ള ആളുകളെ, ഈ മുഅ്മിൻ മുവാഹിദായ ആളുകളെ, പിന്നെ അവരുടെ ശുഭത്ത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. ഇങ്ങനെ മരിച്ചവരെ ഇവിടെ ഇസ്തിഗാസ ചെയ്യുന്ന ആളുകൾ കുബൂരികൾ കുഫാറുകളാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജാഹിലിയത്തിന്റെ കാലത്തുണ്ടായിരുന്ന ജാഹിലിയ കാലത്തിൽ നബിയുടെ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പുണ്ടായിരുന്ന ജാഹിലിയ കാലത്തുണ്ടായിരുന്ന കുബൂരികൾ പോലും കുഫാറുകളായിരുന്നു. അതുകൊണ്ട് ഇവരെ കുഫാറുകളായിട്ട് പരിഗണിക്കണം എന്ന് ഈ മുഅ്മിൻ മുവഹിദുമായ ആളുകൾക്ക് നിങ്ങൾ ശുഭത്ത് മാറ്റി കൊടുക്കുക എന്ന് അതാണ് അവരുടെ മേലെ ഹുജ്ജ സ്ഥാപിക്കൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അപ്പോൾ അവിടെ പറയുന്നത് ഹത്താ തുക്കാമു അലൈഹിമുൽ ഹുജ്ജ എന്ന് ഉദ്ദേശിച്ചുള്ളത് മുഅ്മിനും മുവഹിദുമായ ആളെ തക്ഫീർ ചെയ്യാൻ അവരുടെ മേലെ ഹുജ്ജത്ത് സ്ഥിരപ്പെടുന്നതാണ് എന്ന നമ്മുടെ അർത്ഥം വെക്കലാണ് ശരി. അതാണ് ലജ്ന ദായിമയുടെ കൊടുത്ത ശരിയായ അർത്ഥം. അത് തന്നെയാണ് വീണ്ടും ഇബ്നു ബാസ് ഇവിടെ പറയുന്നതും. കേൾക്കുക, വീണ്ടും കേൾക്കുക. പിന്നെ അവിടെ അഹ്ലുൽ ഫത്രയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബാക്കി അഹ്ലുൽ ഫത്രയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ വീണ്ടും പറയുന്നത് അദ്ദേഹം. കേൾക്കുക. ഈ ഫത്വയുടെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഈ ഫത്വ കുറച്ചുകൂടി ഉണ്ട്. അവിടെ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഉദ്ദേശിക്കുന്നത് ആ ലജ്ന ദായിമയുടെ ഫത്വയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് മുഅ്മിനും മുവഹിദുമായ ആളെ തക്ഫീർ ചെയ്യേണ്ട വിഷയമാണ്. അയാൾ കുബൂരികളെ തക്ഫീർ ചെയ്യാത്തത് കാരണമായിട്ട് അങ്ങനെയുള്ള മുഅ്മിനും മുവഹിദുമായ ആളെ കുബൂരിയെ തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് മറ്റു മുവഹിദുകൾക്ക് തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ശുബ്ഹത്തോ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക എന്നാണ്. ഇപ്പോൾ ശുബ്ഹത്ത് മാറുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനും ദഅവത്തും ഇത് പറയുന്നതൊക്കെ കേട്ടാൽ ശുബ്ഹത്തും മാറണം. എന്നിട്ടും ശുബ്ഹത്ത് മാറാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശുബ്ഹത്ത് എന്ന് പറയില്ല എന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് ഫത്വകളും, അതായത് ലജ്ന ദായിമയുടെ ഫത്വയും ഞാൻ നേരത്തെ നമ്മൾ ഇറക്കിയ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. സമസ്ത ഖബർ ആരാധകരെ മുസ്ലിമുകളായി അംഗീകരിക്കുന്നവർക്കുള്ള ഖണ്ഡനം എന്ന് പറഞ്ഞ ആ കിതാബിൽ ആ ഫത്വയും അതിൻ്റെ മലയാള അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഈ രണ്ടാമത്തെ ഫത്വയും അതിൻ്റെ കുറച്ച് ഭാഗത്തിൽ അത് മുവഹിദുകളെ തക്ഫീർ ചെയ്യുന്ന വിഷയമാണ് എന്ന് പറഞ്ഞു കൊടുത്ത അതും ആ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അർത്ഥം അറിയേണ്ട ആളുകൾ ആ കിതാബ് വായിക്കുക, അതിലുണ്ട്. അതുപോലെ ധാരാളം മറ്റ് ഫത്വകളുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, ആഷിഖ് ബിൻ അബ്ദുൽ അസീസ് ഈ ലജ്ന ദായിമയുടെ ഫത്വ വായിച്ചുകൊണ്ട് പിന്നെ ആഷിഖിനെ പോലുള്ള മറ്റാളുകളെയും സ്വയം തക്ഫീർ ചെയ്യപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഫത്വ തത്ബീക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഫത്വ ഞാൻ അർത്ഥം വെച്ച പോലെ അതിൻ്റെ ശരിയായ അർത്ഥം വെച്ച് നേരത്തെ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിലും, അതല്ല ആഷിഖ് അർത്ഥം വെച്ച പോലെ അർത്ഥം വെക്കുകയാണെന്നുണ്ടെങ്കിലും ആഷിഖിനെയും മറ്റ് ആഷിഖിനെ പോലെയുള്ള കുബൂരികളെ തക്ഫീർ ചെയ്യാത്ത ആളുകളെയും തക്ഫീർ ചെയ്യേണ്ടി വരും. നിർബന്ധമായിട്ടും തക്ഫീർ ചെയ്യേണ്ടി വരും. ആ കോലത്തിലാണ്. ഇതിൽ ഞാൻ അർത്ഥം വെച്ച പോലെ അതിന് ശരിയായ അർത്ഥമാണ് വെക്കുന്നതെങ്കിൽ കുറച്ചെങ്കിലും സമയം ആഷിഖിനും കൂട്ടർക്കും കിട്ടും. അവർക്ക് ശുഭത്ത് മാറ്റി കൊടുക്കാനുള്ള അവസരം കൊടുക്കണം. അതല്ല ആഷിഖ് അർത്ഥം വെച്ച പോലെയാണെന്നുണ്ടെങ്കിൽ അതുപോലും കിട്ടില്ല. ആഷിഖിനെ മറ്റുള്ളവരെയും തക്ഫീർ ചെയ്യേണ്ടി വരും എന്നുള്ള ഇത് കാര്യം മനസ്സിലാക്കുക. ഈ ഫത്വ പഠിക്കുക. ഈ ഫത്വ ആഷിഖിനെ മാത്രമല്ല, ഈ കേരളത്തിലെ സകല സലഫികളെന്ന് വാദിക്കുന്ന എന്നാൽ കുബൂരികളെ മുസ്ലിമായിട്ട് പരിഗണിക്കുന്ന ആളുകളെയും
ഈ ഫത്വ തത്ബീക്ക് ചെയ്താൽ, അപ്ലൈ ചെയ്താൽ കാഫിറുകളായി പരിഗണിക്കേണ്ടി വരും. മുശ്രിക്കുകളും കാഫിറുകളായി തക്ഫീർ ചെയ്യേണ്ടി വരും. ആഷിഖ് അർത്ഥം വെച്ച പോലെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടി വരും. അതല്ല നമ്മൾ അർത്ഥം വെച്ച പോലെയാണെങ്കിൽ ബയാൻ കൊടുത്തിട്ട് വാദം കേട്ടിട്ട് മാത്രമേ തക്ഫീർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഫത്വ എങ്ങനെ അർത്ഥം വെക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതർത്ഥമാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എങ്ങനെ അർത്ഥം വെച്ചാലും, അത് ആഷിഖ് അർത്ഥം വെച്ചത് തെറ്റായ അർത്ഥം വെച്ചതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇത് നമ്മൾ പറഞ്ഞ ആ വിഷയത്തിലോട്ട് വരും എന്ന് മനസ്സിലാക്കുക. ഇത് ഹക്കിൻ്റെ ഔന്നിത്യം അതാണ്. ഇസ്ലാമിൽ എങ്ങനെയാണ് ഹക്കിൻ്റെ, അള്ളാഹുവിൻ്റെ മതത്തിൽ ഒരാൾ എങ്ങനെ തിരിമറി നടത്താൻ ഉദ്ദേശിച്ചാലും അത് ആ തിരിമറി നടത്തുന്ന ആളുകളുടെ തലയിൽ തന്നെ വരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ശ്രദ്ധിക്കുക, ഈ ഫത്വ പഠിക്കുക. ഒന്നും വേണ്ട ആഷിഖിനോ സാജിദിനോ അവരുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന അവരുടെ ആളുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒന്നും വേണ്ട. ഈ ഒരു ഫത്വ നിങ്ങൾ പഠിച്ചാൽ തന്നെ ഈ വിഷയത്തിലുള്ള സീരിയസ്നെസ്സും ഗുരുതര അവസ്ഥയും എല്ലാ ശുഭത്തും മാറേണ്ടതാണ്. ഒരിക്കലും മാറാതെ പിന്നെ നടക്കുന്ന ആളുകൾ ശുഭത്തല്ല എന്ന് മനസ്സിലാക്കുക. ഹാദാ വല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലം വസല്ലം വബാരിക അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.